ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ജൂൺ മന്ത് റീഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു മാസത്തിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ, സന്തോഷങ്ങൾ എന്തൊക്കെയാണ്, മാറ്റങ്ങൾ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇന്ന് നമ്മൾ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. മുൻപായി ഒരു കാര്യം, നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമ്മുടെ പൈലുകൾ നോക്കിക്കേ. ഇത് ഫസ്റ്റ് പൈൽ ഗോൾഡൻ ആമയാണ്. കണ്ട, ഗോൾഡൻ ആമ. സെക്കൻഡ് പൈൽ എന്ന് പറയുന്നത് ക്ലേയുടെ ആമയാണ്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. സെലക്ട് ചെയ്ത് കാണുമല്ലോ, എത്ര സമയമൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഗോൾഡൻ ആമ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം ടാരോ കാർഡ്സ് 10 കാർഡ്സ് എടുക്കും, അങ്ങനെ റീഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എനർജി ഒറക്കിൾ കാർഡ്സ് ഉണ്ട്, അതുപോലെ ഹയർ സെൽഫിൻ്റെ ഒറക്കിൾ കാർഡ്സ് ഉണ്ട്, അതുപോലെ മൂണോളജി കാർഡ്സ് ഉണ്ട്, നമ്മുടെ സോൾ ഒറക്കിളുണ്ട്, ഗണപതി ഭഗവാന്റെ മെസ്സേജസ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ 10 കാർഡ്സ് എടുക്കും. അതിൽ നിന്ന് 3 കാർഡ്സ് വീതം എടുത്താണ് റീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ത്രീ ഓഫ് സോഡ് വന്നിരിക്കുന്നു ഇവിടെ. ഇവിടെ ഫസ്റ്റിൽ തന്നെ വന്നിരിക്കുന്നത് 3 ഓഫ് സോഡാണ്. 3 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ആരൊക്കെയോ മാനസികമായ വിഷമത്തിലാണെന്ന് കാണുന്നുണ്ട്. മാനസികമായ വിഷമത്തിലാണെന്നുള്ള കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് ഇവിടെ ഹെർമിറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഹെർമിറ്റ് മൂഡിലുമാണ്. അപ്പോൾ മാനസികമായ വിഷമത്തിലാണ്, ഇപ്പോൾ ആരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കുറച്ചൊന്ന് മാനസിക സംഘർഷത്തിലാണ്. ഇനി അഥവാ അതല്ല, ഇത്തരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും, അപ്പോൾ ഇവിടെ ഈ ഒരു 3 ഓഫ് സോഡിന്റെ എനർജിയിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആവുന്ന എനർജിയും കൂടെ കൂടുതലായിട്ട് ഒറ്റയ്ക്കിരുന്ന് ദൂരെ ഒരിടത്ത് മാറിയിരുന്ന് അത് മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജി ആവുക. അതുവഴി സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാൻ പറ്റും. മാനസികമായിട്ട് സന്തോഷവും സമാധാനം കിട്ടാൻ വേണ്ടി, ഒരു ശാന്തത അല്ലെങ്കിൽ ഒരു സമാധാനം, ഇതൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം, ചിലപ്പോൾ എന്തെങ്കിലും അസുഖമാവാം, അതുമല്ല എങ്കിൽ ചിലപ്പോൾ സാമ്പത്തിക പരാജയമാകാം, എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ജോലി കിട്ടാത്തതിലുള്ള നിരാശയാവാം, ഒരുപാട് കാര്യങ്ങൾ, ചെറിയ അസുഖങ്ങളോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ആവാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം ചിലപ്പോൾ. എന്തായാലും ഇവിടെ മാനസികമായിട്ട് കുറേ വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ ശാരീരികമായിട്ടും ആവാം. അപ്പോൾ ഇവിടെ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ഒരു എനർജിയിലിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വിഷമം വരുമ്പോൾ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. കുറച്ചൊന്ന് സമാധാനം കിട്ടും. ഡിവൈനുമായിട്ടൊന്ന് കണക്റ്റ് ആവാൻ നോക്കുക. ഇവിടെ ക്വീൻ ഓഫ് വാൻസിന്റെ എനർജി വന്നിട്ടുണ്ട്, 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ട്. ക്വീൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു ചില ആൾക്കാർക്ക്. ഈ വീഡിയോ കാണുന്ന ചില ആൾക്കാർക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. അതായത് ചിലപ്പോൾ ജോലി സ്ഥലങ്ങളിലൊക്കെയും ഒരു റാണിയുടെ എനർജി, ജോലിസ്ഥലങ്ങളിലൊക്കെയും ആരെയും ആകർഷിക്കുന്ന എനർജി, അവിടെ ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ നല്ല കഴിവുകളുള്ള ഹൈ എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വം സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികൾ, നല്ല നിങ്ങളുടെ പ്രവർത്തികൾ, അവരുടെ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രവർത്തികൾ, നിങ്ങളുടെ സംസാരം മറ്റുള്ളവരെ ഒരുപാട് ആകർഷിക്കുന്ന തരത്തിലുള്ളതാണെന്നാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങളെല്ലാം ചെയ്യുന്ന വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണെന്നാണ് ഇവിടെ കാണുന്നത്. കോൺഫിഡൻസോട് കൂടിയാണ് നിങ്ങളുടെ പ്രവർത്തികൾ. അതായത് ഒരു പരാജയ ഭീതിയില്ല. മനസ്സിലായി? കോൺഫിഡൻസ് വരുന്നത് എപ്പോഴാണ്? പരാജയ ഭീതി ഇല്ലാതെ വരുന്ന ഒരു സമയത്ത്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, പരാജയ ഭീതി ഇല്ലാതെയാവണം. അല്ലാതെ എന്തെങ്കിലും കാര്യം തുടങ്ങി വയ്ക്കുമ്പോൾ എനിക്ക് പേടിയാണ്, ഞാനത് ചെയ്താൽ ശരിയാകുമോ, എനിക്കത് ലഭിക്കില്ല, ഇങ്ങനെയൊക്കെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എന്താണ്, ഒരു പരാജയ ഭീതി ഉള്ളിലുണ്ടാവും.
അതുകൊണ്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ, നെഗറ്റീവ് ഇമോഷൻസിനെ ഒക്കെ കളഞ്ഞിട്ട് വേണം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇടപെടാൻ. ഇവിടെ എന്തെങ്കിലും ജോലി സ്ഥലത്താവാം, ഓഫീസ് കാര്യങ്ങളിലാവാം, അതുമല്ല എങ്കിൽ നിങ്ങളുടെ മറ്റ് സൊസൈറ്റിയിൽ, സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇത്രമാത്രം കോൺഫിഡൻസ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ ആ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു പെരുമാറ്റം മറ്റുള്ളവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടും അത് ഒരു സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഇതൊരു ദൈവികമായ എനർജിയാണ്. ദൈവാനുഗ്രഹം കൂടുതൽ ഉണ്ടാവുന്ന നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്കൊരു അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് വാങ്ങിക്കാനും. ഇതെപ്പോഴാണ് അതിന് സാധ്യമാകുന്നത്? നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ കയ്യിൽ സാമ്പത്തികമുള്ളപ്പോൾ അല്ലെങ്കിൽ പണം ഉള്ളപ്പോഴാണ് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് തോന്നുന്നത്. തന്നെയുമല്ല, അങ്ങനെ നമുക്ക് എനർജി ഉണ്ടെങ്കിൽ തിരിച്ച് നമ്മളിലേക്ക് അത് വരികയും ചെയ്യും. അങ്ങനെ തിരിച്ച് വരികയും പോവുകയും ഒക്കെ ചെയ്യണം. സാമ്പത്തികം, പണം എപ്പോഴും നമ്മുടെ കയ്യിൽ മാത്രം ഇങ്ങനെ ഒതുക്കി പിടിച്ച് വെച്ചിരിക്കാനുള്ളതല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിനെ ഇട്ട് ചലിപ്പിക്കേണ്ടതാണ്. ചക്രം എന്നല്ലേ പണ്ടുള്ളവർ പറയുന്നത്. ഈ ചക്രം എന്താണ്? ഉരുണ്ടുരുണ്ട് പോകാനുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് സാമ്പത്തികം നമ്മൾ ചെലവാക്കുന്ന നമ്മുടെ കയ്യിലുള്ളത് ആർക്കെങ്കിലും പാവങ്ങൾ കൊടുത്ത് സഹായിക്കണം. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും വിനിയോഗിക്കണം. മനസ്സിലായി? അങ്ങനെ ചെയ്യുമ്പോഴെന്താണ്? മറ്റൊരു വഴിയിലൂടെ നമ്മളിലേക്ക് ഇതൊക്കെ വന്നു ചേരും. അതിനാണ് പറയുന്നത്. അപ്പോൾ സാമ്പത്തികം കയ്യിലുള്ളത് ഇങ്ങനെ ഒതുക്കി പിടിച്ചു വെച്ചിരിക്കാതെ ചെലവാക്കാനും കൂടെ ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികം വർദ്ധിച്ചു വരും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഇതിൻ്റെതായ ഒരു വർധന ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. അതെ, നിങ്ങളിവിടെ അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു നീതി ലഭിക്കും. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ടാവാം ഈ ഒരു എനർജിയിൽ നിന്നും. അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന എനർജി, ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, ഒരു സൈലന്റ് മൂഡിലിരിക്കുന്ന ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെന്റ് ലഭിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ, നിങ്ങൾ വിഷമം അനുഭവിക്കുമ്പോൾ നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് ഇനിയെങ്കിലും ഒരു നല്ല ജന്മം തരണമേ, അടുത്ത ജന്മമെങ്കിലും എനിക്ക് ഇതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ സാധിക്കണം. അല്ല എങ്കിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ ദുരന്തങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, ഈ പ്രയാസങ്ങളിൽ നിന്നും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തേണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. അതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്കിവിടെ ജഡ്ജ്മെന്റ് ലഭിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റൊരാളായി മാറാൻ സാധിക്കും. മറ്റൊരു രൂപമാണ് ഇവിടുന്ന് പോകുന്നത്. കണ്ടില്ലേ? മറ്റൊരാളായി നിങ്ങൾക്ക് മാറാൻ സാധിക്കും ഈ ഒരു എനർജിയിൽ നിന്നും. ഇപ്പോഴത്തെ ഈ നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായ എനർജിയിലേക്ക് മാറാൻ സാധിക്കുന്നു. പോസിറ്റീവായ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? ഡിവൈനുമായിട്ട് കണക്ട് ആവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഡിവൈനുമായിട്ട് കണക്ട് ആവുന്ന എനർജി എന്താണ്? നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിന്റെ അടുത്ത രണ്ടാമതൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു. അതിനൊരു തുടക്കം വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അടുത്തായിട്ട് എന്താന്ന് നോക്കാം. സ്ട്രെങ്ത് ആണ്. കണ്ടില്ലേ? ഈ ഒരു ജഡ്ജ്മെന്റ് കിട്ടുന്നതോടുകൂടി ചെറിയ പ്രശ്നങ്ങളല്ല, എന്ത് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾക്ക് അതിനെ നേരിടാൻ കഴിയും. നേരിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. പല പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നോട്ടെ, ചലഞ്ചസ്, ഒബ്സ്റ്റക്കിൾസ് എന്താണോ നിങ്ങളിലേക്ക് വരുന്നത്, എത്ര പരാജയങ്ങൾ വന്നോട്ടെ, അവിടെയൊക്കെ നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. മറ്റുള്ളവരുടെ മുൻപിൽ വിജയിയാവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് നീതി ലഭിക്കും. നീതി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ഒരു എനർജിയിലേക്കാണ്. വളരെയധികം സ്ട്രെങ്ത് നേടി എന്ത് പ്രശ്നം വന്നോട്ടെ ഇനി എനിക്കതിനെ മറികടക്കാൻ സാധിക്കും എന്നുള്ള പരിപൂർണമായ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹം വരുന്നതായിട്ടാണ് കാണുന്നത്. എന്തിനേയും നിങ്ങൾക്ക് കയ്യിൽ ഒതുക്കാൻ സാധിക്കും. ഇവിടെ ഒരു ലിയോ എനർജിയാണ്. അതുപോലെ അബണ്ടൻസിന്റെ സിംബലുണ്ട് ഇവിടെ നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെയും
അബണ്ടൻസിലേക്ക് പോകാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരുപാട് നിങ്ങളിലെ സക്സസിലേക്ക് നിങ്ങളെ നയിക്കും എന്നുള്ളതാണ് കാണുന്നത്. നല്ല ഒരു സക്സസിലേക്ക് വരും. ഇവിടെ തന്നെ പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു എനർജിയിലേക്ക് വരാൻ സാധിക്കുന്നു. മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഒരു ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ്, കണ്ടില്ലേ? ഇവിടെ നല്ലതുപോലെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടാകും നിങ്ങൾക്ക്. നിങ്ങളുടെ ഓറയൊക്കെ നല്ല ക്ലിയർ ആവുന്നു. ഓറ ക്ലിയർ ആവുന്നു, നിങ്ങൾക്ക് ഇൻസൈറ്റ് ഉണ്ടാകുന്നു, ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ഉണർവുണ്ടാകുന്നു. ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട്, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ലഭിക്കാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ അവിടെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചെങ്കിലേ മതിയാവൂ. അങ്ങനെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പല തീരുമാനങ്ങളിലേക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഈ തീരുമാനം നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. പുതിയ ജോലി ലഭിക്കാനാവാം ചിലപ്പോൾ. മനസ്സിലായി? ഇവിടെ പുതിയ ജോലി ലഭിക്കാനാവാം. ഏസ് ഓഫ് സോഡ് അല്ലേ? സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പുതിയൊരു ജോലി ലഭിക്കാനുള്ള സാധ്യതയാവാം. അതുമല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഈ യാത്ര, ചിലപ്പോൾ നിങ്ങൾക്ക് വിദേശ യാത്രയൊക്കെ നടത്താനുള്ള സാധ്യത ഉണ്ടാകും. നിങ്ങൾ അതിനൊക്കെ ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ അവിടെ പോയാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ലഭിക്കാനും അതുവഴി സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെയധികം ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നു ഈ ഒരു സമയത്ത് എന്ന് കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജഡ്ജ്മെന്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുന്നു, സ്ട്രെങ്ത് കൂടുതൽ കൈവരുന്നു. അതാണ് നമ്മൾ ഇതുവരെ ഇവിടെ കണ്ടത്. മൂന്ന് കാർഡ്സ് കൂടി എടുക്കാവേ. നമ്മൾ 3 കാർഡ്സ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 10 കാർഡ്സ് ആവും. അപ്പോൾ ഇനി നമുക്കിവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ 9 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 9 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളിവിടെ പ്രധാനമായിട്ട് എന്തോ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. മനസ്സിലായി? നിങ്ങളിവിടെ പ്രധാനമായിട്ട് എന്തോ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം നിങ്ങൾക്കിത് കൂടിയേ പറ്റൂ. ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി ഒരു കാര്യം, വളരെ പ്രധാനമായ ഒരു കാര്യം കണ്ടില്ലേ? ഈ ഒരു വാൺസ് വളരെയധികം ആവേശത്തോടു കൂടി ഇതിനെ പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു വാൺസ് വളരെ വലുതാണ് ഇതിനെയൊക്കെ അപേക്ഷിച്ചിട്ട്, കണ്ടില്ലേ? അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ വേണ്ടി നിങ്ങൾ വളരെയധികം ആവേശത്തോടു കൂടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ആവേശത്തോടു കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യത്തിന് ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട്. 8 ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇവിടെ. ക്ലാരിറ്റിയാണ് ലഭിക്കാൻ പോകുന്നത്. എന്തിനു വേണ്ടിയുള്ള ക്ലാരിറ്റി? ചിലപ്പോൾ കരിയർ സംബന്ധമായ കാര്യങ്ങളിലുള്ള ക്ലാരിറ്റി ആവാം. അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു കാര്യത്തിന് ക്ലാരിറ്റി വേണമായിരിക്കും, റീയൂണിയൻ സംഭവിക്കുമായിരിക്കും. അതിനായിട്ടുള്ള ചില എനർജീസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. യാത്ര ചെയ്യാനുള്ള എനർജി ഉണ്ട്. യാത്ര ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സാധിക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കിവിടെ സാധ്യമാകും. നിങ്ങളുടെ കരിയറിൽ ചിലപ്പോൾ ഒരു പ്രൊമോഷൻ നിങ്ങൾക്ക് അവിചാരിതമായിട്ടോ അപ്രതീക്ഷിതമായിട്ടോ ഒക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായി? മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കരിയർ എത്ര ബ്രൈറ്റ് ആയിട്ട് വരും. ആ ഒരു എനർജി നിങ്ങളിലേക്ക് വളരെ അധികം സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് വളരെയധികം ആവേശകരമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുവഴി നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ട് നിൽക്കാനും സാധിക്കും. ഒരുപാട് കോൺഫിഡൻസ് ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആവുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. കാരണം എന്താണെന്നറിയാം, അടുത്തതായിട്ട് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന സമയം അതൊരു ദോഷ സമയമായിരിക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കർമ്മയുടെ സമയമൊക്കെ ആയിരിക്കും. കർമ്മ ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. കണ്ടില്ലേ? ഇവിടെ 3 ഓഫ് സോഡാണ് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് നിങ്ങൾ മാറി വന്ന് നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് ലഭിക്കുന്നു. അതുവഴി ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കർമ്മയുടെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ അറിയാതെയും പാസ്റ്റ് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പൊ അത് ചിലപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അത് ചെയ്യുന്നത്. അത് ഡിവൈൻ്റെ കണക്ക് ബുക്കിൽ ചിലപ്പോൾ അതെന്താണ്, അത് മോശമാണ്. അപ്പോൾ അതിൻ്റെതായ കുറ്റങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്, അതിൻ്റെ പരിണത ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഈ ഒരു ജന്മത്തിൽ ഈ ചില സമയമുണ്ട്. ചില സമയം വെച്ചിട്ടുണ്ട്. യൂണിവേഴ്സ് നമുക്ക് ചില സമയം വെച്ചിട്ടുണ്ട്. ഇന്ന സമയത്ത് നീ ഇത് അനുഭവിച്ചേ മതിയാവൂ. മനസ്സിലായി? ഇന്ന സമയത്ത് നിനക്കൊരു ജഡ്ജ്മെന്റ് ലഭിക്കും.
നീ ഇത് ചെയ്ത് നിന്റെ കർമ്മം ഇവിടെ തീരാറായിട്ടുണ്ട്. കംപ്ലീറ്റ് അങ്ങ് തീരത്തില്ലല്ലോ, ആർക്കും അത് കംപ്ലീറ്റ് തീർന്ന് കിട്ടത്തില്ല. കുറച്ചൊക്കെ അത് നമ്മുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് കുറേശ്ശെ അവിടെ ഒടുങ്ങുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മൾ ജപിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥന, ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ഡിവൈനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ കുറേ നമ്മൾ പരിശ്രമിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറേ ആശ്വാസം ഉണ്ടാകും. മനസ്സിലായി? പോസിറ്റീവായൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും. അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പതുക്കെ നമുക്ക് സാധ്യമായി വരുന്നത്. പറയുന്നത് പോലെ ഇവിടെ അങ്ങനെ നിങ്ങളുടെ ഭാഗ്യചക്രം കറങ്ങാൻ പോവുകയാണ്. അതായത് മുന്നോട്ട് അത് മുകളിലേക്കാണ്, കണ്ടില്ലേ? മുകളിലേക്ക് ഇത് ഉയർന്നു പൊങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം ജീവിതത്തിൽ ഒരു തുടക്കം നിങ്ങൾക്ക് ഇനിയും വരുന്നുണ്ട്. നിങ്ങളുടെ ഭാഗ്യത്തിന്റെ സമയം ആയിരിക്കുന്നു. കർമ്മം കുറച്ചൊക്കെ റിലീസാവുന്നു, നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെതായ സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ സാധ്യമാകും. ചിലപ്പോൾ സാമ്പത്തികമാകാം, അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യമാകാം. എന്തും ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സമയമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? അപ്പോൾ ഇത് നമ്മൾ 10 കാർഡ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒറക്കിൾ കാർഡ്സ് എടുക്കാവേ. എനർജി ഒറക്കിൾ എടുക്കാം ആദ്യം. മൂന്ന് കാർഡ്സ് ഒക്കെ എടുക്കാവേ. ഗോഡസ് ഓഫ് ദ മൂൺ വന്നിട്ടുണ്ട്. ഇവിടെ ബാക്കിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് ആണ്. പറഞ്ഞല്ലോ, നിങ്ങൾക്കിപ്പോൾ നല്ലൊരു സ്ട്രെങ്ത് കൈവരുന്ന സമയമാണ്. നിങ്ങൾ പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ എനർജിയാണ് നമുക്ക് ഇവിടെ തന്നെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പം ഇവിടെ ഇനി നമുക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5th ചക്ര ആർക്കേഞ്ചൽ ഗബ്രിയേലാണ്. ആർക്കേഞ്ചൽമാരെയൊക്കെ നിങ്ങൾക്കിപ്പോൾ അറിയാമായിരിക്കുമല്ലോ. ചിലർ 5 പേരെ വിളിക്കുന്നുണ്ട്, ചിലർ 7 പേരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കേഞ്ചൽ ഗബ്രിയേൽ, ആർക്കേഞ്ചൽ റാഫേൽ, അതുപോലെ തന്നെ മിഖായേൽ, ശാമുവേൽ, ഇങ്ങനെയൊക്കെ കുറേ ആർക്കേഞ്ചൽമാരുണ്ടല്ലോ. അപ്പോൾ ഇത് 5ാമത്തെ ചക്ര എന്ന് പറയുന്നത് എന്താണ്? ഏതാണ് 5ാമത്തെ ചക്ര എന്ന് പറയുന്നത്? 6, 7 ഇവിടെ ത്രോട്ട് ചക്രയാണ്. ത്രോട്ട് ചക്ര എന്ന് പറയുമ്പോൾ ഈ ത്രോട്ട് ചക്രയുടെ ആക്ടിവേഷൻ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ഈ ത്രോട്ട് ചക്രയുടെ അതായത് 3 + 9 എത്ര? 12 എന്ന് പറയുമ്പോൾ 1 + 2 3 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം വരികയാണ്. അപ്പോൾ ഈ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആർക്കേഞ്ചൽ ഗബ്രിയേലിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവാണ്. ഏതൊരു കാര്യത്തിൽ സംസാരിച്ച് ജയിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് അത്യാവശ്യമാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരായിരിക്കാം, അതുമല്ല എങ്കിൽ നിങ്ങൾ ആർക്കേഞ്ചൽമാരെ വിളിക്കുന്നവരായിരിക്കാം, ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിലൊക്കെ കൂടുതൽ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം മുന്നോട്ട് വരുന്നത്. നിങ്ങൾക്ക് അതുപോലെ സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്നു, നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുമല്ലോ. അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് 5th ചക്ര കൂടി നിങ്ങൾക്ക് ഇവിടെ ആക്റ്റീവ് ആകാൻ പോകുന്നു. അല്ല എങ്കിൽ നിങ്ങൾ ആക്റ്റീവ് ആക്കി എടുക്കണം. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണം, അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കോടതി കേസുകളിലൊക്കെ നിങ്ങൾക്ക് ഓപ്പണായിട്ട് ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും, ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യത്തിൽ നിങ്ങൾ അതിന് തയ്യാറാവണം. അതിനായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ത്രോട്ട് ചക്ര ഉള്ളിൽ കണ്ടുകൊണ്ട് നമ്മുടെ കഴുത്തിൻ്റെ പിൻഭാഗത്തുള്ള നീല കളറിലെ ചക്രയാണ് ത്രോട്ട് ചക്ര എന്ന് പറയുന്നത്. അതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുത്തെ ഒരു പ്രകാശം വരുന്നത് പോലെ ഒരു ലൈറ്റ് ബ്ലൂ കളറിലെ ഒരു പ്രകാശം വരുന്നത് പോലെ നമ്മൾ കണ്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്താൽ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ത്രോട്ട് ചക്ര ആക്റ്റീവ് ആകും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കും. ഈ കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് കൊണ്ട് എന്തെങ്കിലും പരാജയം വരുന്നു, അതിനെ നമുക്കവിടെ സോൾവ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഏഞ്ചൽ ഓഫ് ലവ് ആണ്. ഏഞ്ചൽ ഓഫ് ലവ് എന്ന് പറയുന്നത് 4 + 9 ആണ്. 4 + 9 എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്, നമ്പർ 4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏഞ്ചൽ ഓഫ് ലവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഏഞ്ചൽസിന്റെ ലവ് വരുന്നുണ്ട്. ഏഞ്ചൽസിന്റെ ലവ് മാത്രമല്ല, ഇവിടെ ഹാർട്ട് ചക്ര നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കി എടുക്കണം. ഹാർട്ട് ചക്ര ആക്റ്റീവ് ആക്കി എടുക്കുമ്പോൾ ഇവിടെ കണ്ടില്ലേ,
ഇവിടെ റോസ് കോഡ്സ് ആണ് കാണിച്ചിരിക്കുന്നത്, ക്രിസ്റ്റലിനെ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഈ ഒരു ക്രിസ്റ്റൽ എന്തിനുള്ളതാണ്? റോസ് കോഡ്സ് ക്രിസ്റ്റൽ നമ്മുടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷന് വേണ്ടിയുള്ളതാണ്. ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്രിസ്റ്റലാണ് റോസ് കോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റോസ് കോഡ്സിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ചക്രയെ ആക്റ്റീവാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ സ്നേഹം നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹൃദയം തുറന്ന് സ്നേഹിക്കാനുള്ള കഴിവ് ലഭിക്കും. മനസ്സിലായോ? നമ്മളെപ്പോഴും സ്നേഹിക്കുമ്പോൾ എന്താണ്? കളങ്കമില്ലാത്ത സ്നേഹമാവണം ഉള്ളിൽ, അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും, നിങ്ങൾക്കത് കൊടുക്കാനും സാധിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത കൈവരുവാനും കഴിയും. അപ്പോൾ ഈ ഒരു ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് അതിന് അപ്പർ ചക്രാസും ലോവർ ചക്രാസും ആക്റ്റീവ് ആകും. മനസ്സിലായോ? അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഉന്നതിയിലേക്ക് പോകാൻ സാധിക്കും, നല്ലൊരു അഭിവൃദ്ധിയിലേക്കും പല കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാനും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും സ്നേഹം പിടിച്ചു പറ്റാനും എല്ലാം സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഗോഡസ് ഓഫ് ദ മൂണാണ്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 5+2 ആണ്, 7 ആണ് നമ്പർ വന്നിരിക്കുന്നത്. അപ്പോൾ മൂണിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നതാണ്. മനസ്സിലായോ? തൽക്കാലത്തെ സമയം നിങ്ങൾ ഒരു ഇല്യൂഷനിലിരിക്കും, ഒരു മായയിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലൊരു പേടി ഉണ്ടാവും. അത് സംഭവിക്കുമോ, ഇത് സംഭവിക്കുമോ, എൻ്റെ ജീവിതം ഇനി എന്താകും? മനസ്സിലായോ? മുന്നിൽ കാണുന്നതൊന്നും അങ്ങോട്ട് റിയാലിറ്റിയിലേക്ക് വരാൻ പറ്റുന്നില്ല, മുന്നിൽ കാണുന്നതിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, എനിക്ക് പേടി, ഉള്ളിലൊരു പേടി, ചിലപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷ വരാം. അങ്ങനെയൊക്കെയുള്ള സമയത്താണെങ്കിൽ നിങ്ങൾക്കൊരു ചേഞ്ച് വരാനുള്ള സാധ്യതയായിരിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഒറക്കിൾ കാർഡ്സ് എടുക്കാം. ഹെയർ സെൽഫിന്റെ മെസ്സേജ് ഒന്ന് നോക്കാം. മൂന്ന് കാർഡ്സ് എടുക്കാം. വന്നു കഴിഞ്ഞു. ബോട്ടം വന്നിരിക്കുന്നത് ഹോപ്പ് എന്ന് പറയുമ്പോൾ 1+7 8 ആണ്. 8 ആണ് നമ്പർ, അബണ്ടൻസിന്റെ നമ്പറാണ്, ഇൻഫിനിറ്റിയുടെ സിമ്പലാണ് ഹോപ്പ്. കണ്ടില്ലേ? നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ, എന്ത് കാര്യത്തിൽ നിങ്ങൾക്കിപ്പോൾ പ്രതീക്ഷയുണ്ടെങ്കിൽ അവിടെ ഒരു വെളിച്ചം വരുന്നു. ആ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് സഫലമാകാൻ പോകുന്നു എന്നുള്ളതാണ്. പ്രതീക്ഷിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു സഫലത വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എന്താണ് പറഞ്ഞില്ലേ, മൂണിൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് ചേഞ്ച് വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു എനർജിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടാവാം. ഏതൊരു കാര്യത്തിൽ ഇപ്പോൾ ആരായാലും മുന്നോട്ട് പോകുമ്പോൾ ചില തടസ്സങ്ങൾ, വെല്ലുവിളികൾ ഒക്കെ ഉണ്ടാവാൻ ജീവിതത്തിൽ. അതിനെ നിങ്ങൾക്കിവിടെ മറികടക്കാൻ സാധിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കൂ എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. നിങ്ങൾ ഏത് സ്റ്റാൻഡാണോ എടുത്തിരിക്കുന്നത്, നിങ്ങളുടെ കാര്യത്തിന് നിങ്ങൾ ഏതൊരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അവിടെ അങ്ങനെ തന്നെ നിൽക്കണം. അതിൽ നിന്നും മാറ്റം ഒന്നും വരുത്തണ്ട എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഇവിടെ ഒബ്സ്റ്റക്കിൾസും ചലഞ്ചസും മുന്നിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ സാധിക്കും. അങ്ങനെ വരുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കുകയാണ് ഞാൻ എടുത്തിരിക്കുന്ന നിലപാട് അങ്ങ് മാറ്റിയേക്കാം. പക്ഷെ വേണ്ട, അത് മാറ്റണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. ഹെയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജാണ്. പിന്നെയോ എന്താണ്, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ 2 ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും കോംപ്രമൈസ് ചെയ്ത് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് എവിടെ ചെന്നാലും, നിങ്ങൾക്ക് ഏത് വാതിലിൽ മുട്ടിയാലും നിങ്ങൾക്കത് തുറന്നു കിട്ടുമെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഏത് ജോലിക്കാര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്താണ് പോസിറ്റീവായ റിസൾട്ട് ലഭിക്കും. ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, മനപ്രയാസപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കെല്ലാം ലഭിക്കും. കണ്ടില്ലേ, മൂവ്മെന്റ്, ചോയ്സ്, ഡിസിഷൻസ്, തിരഞ്ഞെടുക്കാൻ കാര്യങ്ങളുണ്ട്. തീരുമാനിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അത് തീരുമാനമെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും നല്ല ചില കാര്യങ്ങളിൽ. അതാണ് മുന്നോട്ട് പോയിക്കോളൂ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമുക്ക് ന്യൂമറോളജി നോക്കാതെ. moon cards. A time to give rather than take.
എന്നാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇവിടെ ഇത് നമുക്ക് വന്നിരിക്കുന്നത് കണ്ടില്ല, സറണ്ടർ ടു ദ ഡിവൈൻ. അതിനുള്ള സമയമെടുക്കുക. എങ്ങനെ, എന്താണ് ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുക. നിങ്ങളെ കൊണ്ട് ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കത് മാറ്റാൻ പറ്റുന്നില്ല. ആ ഒരു എനർജി പല പ്രശ്നങ്ങളിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചിട്ട് ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്. ഒരിക്കലും നിങ്ങളുടെ പാസ്റ്റിനെ എന്താണ് ഹോൾഡ് ചെയ്യാൻ പാടില്ല. പാസ്റ്റിനെ ഇങ്ങോട്ട് എടുത്തോണ്ട് വരാൻ പാടില്ല. പാസ്റ്റിനെ അങ്ങ് വിട്ടേക്കൂ. കഴിഞ്ഞ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, ചൈൽഡ്ഹുഡ് ട്രോമാസ്, അതുപോലെ മറ്റ് പല കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ വന്നിട്ടുണ്ടാകാം. പക്ഷേ ഇതിനെ ഒന്നും ഹോൾഡ് ചെയ്തിരിക്കാൻ പാടില്ല. മനസ്സിലായി? നമ്മൾ അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ അതിനെക്കുറിച്ച് ഒരുപാട് നഷ്ടങ്ങൾ വന്നു, ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും വരുന്നതാണ് സാമ്പത്തികപരമായ ചീറ്റിങ്. നമുക്കുണ്ടാവും ജീവിതത്തിൽ, എല്ലാവർക്കും, മിക്കവാറും പലർക്കും പല പ്രശ്നങ്ങൾ. അതുപോലെ റിലേഷൻഷിപ്പിലെ ചീറ്റിംഗ് ഉണ്ടാവാം, പിന്നെ അതുപോലെ ജോലിക്കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. എന്ത് കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകാം, പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോകാൻ, നോ കോണ്ടാക്ട് അവസ്ഥ വരാൻ, ഒത്തിരി സ്നേഹിച്ച വ്യക്തികൾ നമ്മൾ സ്നേഹിച്ചെന്നുള്ള ആ ഒരു എനർജിയേ ഇല്ലാതെ അവർ ചിലപ്പോൾ വിട്ടുപോകാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ അതിനെക്കുറിച്ച് എപ്പോഴും ഓർത്തിങ്ങനെ വിഷമിക്കാൻ പാടില്ല. മനസ്സിലായോ? നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിവൈനിലേക്ക് നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല. നിങ്ങൾ വിചാരിക്കണം എനിക്കിതിനെ തീരെ ഇതിനെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, വളരെ 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 വിഷമമാണ്, എപ്പോഴും ആ ഒരു ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സറണ്ടർ ടു ദ ഡിവൈൻ. ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യൂ. പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈനിലേക്ക് പറയുകയാണ്, ഞാനിത് ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്തിരിക്കുന്നു. മനസ്സിലായി? എനിക്കിനി ഇത് ഓർക്കാൻ വയ്യ, എനിക്കിനി ഇത് അനുഭവിക്കാൻ വയ്യ, ഈ ദുഃഖമൊന്നും എനിക്കിനി അനുഭവിക്കാൻ വയ്യ, ഞാൻ അവിടത്തേക്ക് സമർപ്പിച്ചിരിക്കുന്നു. മനസ്സിലായോ? എന്നിട്ട് അത് വീണ്ടും വീണ്ടും ആലോചിക്കാതിരിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ എന്താണ് വന്നിട്ട് എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ്. പിന്നെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ നിങ്ങൾക്ക് വരുന്നത് ഒരു അമാവാസിയാണ്. പുതിയൊരു റൊമാൻറ്റിക് സൈക്കിൾ തുടങ്ങാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. വളരെ നല്ലതല്ലേ? വളരെ നല്ല ഒരു റൊമാൻറ്റിക് ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങാൻ പോകുന്നു. ആ ഒരു ചക്രം നിങ്ങൾക്ക് താമസിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് തുടക്കമിടും. അല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞിരുന്ന വ്യക്തികളാവാൻ ചിലപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതാണ് ഇവിടെ പറയുന്നത്. അതിനൊരു സ്റ്റാർട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് സോളറക്കിൾ നോക്കാവേ. നിങ്ങളുടെ സോൾ എന്താണ് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്ന് നോക്കാം. Release your creative energies. Live in this world as a dreamer. അപ്പോൾ ദ ടൈം ഈസ് റൈറ്റ്. മേക്ക് പ്രോഗ്രസ് ഓൺ യുവർ സോൾ പാത്ത്. ടൈം ഈസ് റൈറ്റ്. നിങ്ങളുടെ 11 ആണ് നമ്പർ ഇവിടെ വന്നിരിക്കുന്നത്. 11 നമ്പറാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സമയം കറക്റ്റാണ്. മനസ്സിലായി? നിങ്ങൾ ഒരു റൈറ്റ് പാത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് കാണുന്നത്. പലരും സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ നല്ല പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്, ശരിയായ ദിശയിലൂടെയാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ലിവ് ഇൻ ദിസ് വേൾഡ് ആസ് എ ഡ്രീമർ, ക്രിയേറ്റ് എ ഫ്യൂച്ചർ പാത്ത്. നിങ്ങൾക്ക് ലൈഫിൽ നല്ലതായിട്ട് ജീവിക്കണമെന്നുണ്ടോ? മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നല്ല വ്യക്തി ആവണോ? അഥവാ നിങ്ങൾക്കൊരു സന്തോഷം അനുഭവിക്കണമെന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു സ്വപ്നാടകനെ പോലെ എപ്പോഴും ഇങ്ങനെ ഡ്രീം ചെയ്ത് നിൽക്കുകയാണ്. സ്വപ്നങ്ങൾ ഉണ്ടാവണം, അല്ലേ? സ്വപ്നങ്ങൾ കാണുക, എപ്പോഴും ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുകയാണ്. സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, അത് നടപ്പിലാക്കാനും കൂടെ ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത് റിലീസ് യുവർ ക്രിയേറ്റീവ് എനർജീസ്, മേക്ക് യൂസ് ഓഫ് ദം ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി എന്താണ്. പാചകത്തിലാണോ? പാടാനുള്ള കഴിവുണ്ടോ? ഡാൻസ് ചെയ്യാനുള്ള കഴിവുണ്ടോ? മറ്റെന്തെങ്കിലും കിച്ചണിലെ പാചകമാണോ? ഇനി അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും തയ്ക്കാനുള്ള കഴിവുണ്ടോ? തയ്യലിന് അത് താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ, നഴ്സിങ്ങിൽ എന്തൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദൈവികമായിട്ടുള്ള എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾക്കത് പാരമ്പര്യമായിട്ട് ആരിൽ നിന്നെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കളിൽ നിന്ന് കിട്ടുന്ന എനർജി ഉണ്ടാവും. ഡിവൈനായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള, നിങ്ങൾക്ക് ജന്മനാ തന്നെയുള്ള ഒരു കഴിവുണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. അതെന്താണെന്ന് മനസ്സിലാക്കണം.
അറിയാവോ? അത് മനസ്സിലാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ ബിൽഡപ്പ് ചെയ്ത് മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സക്സസ് നേടാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു സക്സസ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു എനർജിയെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ കഴിവുണ്ട്, നമുക്ക് തയ്ക്കാനൊക്കെ കഴിവുണ്ട്, പക്ഷേ മടിയാണ്. എന്ത് ചെയ്യും അല്ലേ? അങ്ങനെ വിചാരിച്ചിരിക്കാൻ പാടില്ല. വരയ്ക്കാനുള്ള കഴിവുണ്ട്, പെയിന്റിങ്ങിന് കഴിവുണ്ട്, പക്ഷെ അങ്ങനെയൊക്കെ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും സാധിക്കില്ല. ആ ഒരു കഴിവിനെ കൊണ്ടുവരിക. പാടാൻ കഴിവുണ്ട്, എങ്ങനെയെങ്കിലും കുറേശ്ശെ കുറേശ്ശെ പാടി നോക്കുക. ആടാൻ കഴിവുണ്ട്, കുറച്ചൊക്കെ ഡാൻസൊക്കെ ചെയ്ത് ശീലിക്കാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള കഴിവിനെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ സോൾ പറയാം, നമ്മുടെ സോളിന്റെ ആഗ്രഹമാണ് ഇന്ന കഴിവുണ്ട്, എന്നിട്ട് ഈ വ്യക്തി എന്തുകൊണ്ട് ഇത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് നമ്മുടെ സോൾ നമ്മളോട് തന്നെ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഇനി ഇത് ടൈം ഓഫ് റൊമാൻസ് ഹാസ് കം. റൊമാൻസിന്റെ സമയമായിട്ടുണ്ട്. ഇല്ല, നമുക്ക് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് നിങ്ങളിലേക്ക് ഒരു റൊമാൻറ്റിക് ലൈഫ് തുടങ്ങാൻ പോകുന്നല്ലേ. അപ്പോൾ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് എന്നാണ് മുമ്പേ പറഞ്ഞത്, മൂണോളജി എടുത്തപ്പോൾ പറഞ്ഞത്. ഇപ്പം ഇവിടെയും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 22 ആണ്. 22 222 ഒക്കെ കാണുന്നവരുണ്ടാവാം. അതുപോലെ 11 ഇവിടെ വന്നിട്ടുണ്ട്, 11 കാണുന്നവരും ഉണ്ടാവാം. അത് നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നതിനുള്ള സിമ്പലാണ്. ഒരു തുടക്കമാണ്, നിങ്ങളുടെ നല്ല ജീവിതത്തിന്റെ ഒരു തുടക്കം വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ടൈം ഫോർ റൊമാൻസ് ഹാസ് കം, സീ ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ അതിന്റെ അവസരത്തെ കാണുക. നിങ്ങളിലേക്ക് ഒരു റൊമാൻറ്റിക് ലൈഫ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജീവിതം, അത്തരത്തിൽ ഡിവൈനുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് മനസ്സിലാക്കുക, അതിനെ കാണുക, ആസ്വദിക്കുക, മുന്നോട്ട് പോവുക. അതാണ് പറയുന്നത്. ഗണപതി ഭഗവാന്റെ മെസ്സേജ് ഒന്ന് നോക്കാം. ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാൻ പോകുന്നത്? ഒരു മാസത്തിന്റെ ആരംഭമാകുമ്പോൾ എല്ലാത്തിനും ആരംഭത്തിലെ വിഘ്നങ്ങളെ തീർത്തു തരുന്ന ഭഗവാനല്ലേ. ഉണ്ട്. ഓട്ടം വന്നിരിക്കുന്നത് ഡിലൈറ്റ് ആണ്. എന്തൊക്കെയോ നിങ്ങൾക്ക് വളരെ മാനസികമായ ഒരു ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത്, ഈ ഒരു മാസം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് മാനസികമായിട്ട് നല്ലതുപോലെ ആനന്ദിക്കാനുള്ള കഴിവ് വരുന്നു. മനസ്സിൽ നിന്നൊരു പ്രകാശം ഉണ്ടാകുന്നു, മുഖത്തൊക്കെ നല്ല പ്രസരിപ്പ് വരുന്നു. അതാണ് വന്നിരിക്കുന്നത്. ഭഗവാൻ പറയുന്നതാണ്, ഭഗവാന്റെ മെസ്സേജാണ്. ഈ ഒരു മാസം അങ്ങനെയൊക്കെ നിങ്ങളിലേക്ക് സംഭവിക്കുമെന്ന്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അക്സെപ്റ്റൻസ് ആണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് 3+9 12 നമ്പർ 3 ആണ്. ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഡിവൈനിൽ നിന്നും ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്, ഭഗവാന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് നല്ല വാക്കുകൾ സ്വീകരിക്കാനുള്ള സമയം, മറ്റുള്ളവർ നല്ല വാക്കുകൾ നിങ്ങളെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ നിങ്ങളെ അഭിനന്ദിക്കാനോ ഒക്കെയുള്ള കഴിവ് നിങ്ങൾക്ക് ഈ ഒരു മാസം ലഭിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് ഈ ഒരു മാസം വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അച്ചീവ്മെന്റ് ആണ്, കണ്ടില്ലേ? അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോഴെന്താണ്, വല്ലാത്ത നേട്ടമാണ് ഇവിടെ. 4+2 6 ആണ് നമ്പർ വന്നിരിക്കുന്ന, മാറ്റം വരും. ഇല്ല, അച്ചീവ്മെന്റ് ആണ്. അതായത് നിങ്ങൾ എന്ത് ഗോളിലേക്കാണോ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, എന്ത് ഗോൾ നേടാനാണോ നിങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആ ഒരു നേട്ടം കൈവരിക്കാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു മാസം സാധിക്കും എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. വളരെ നല്ല എനർജി അല്ലേ. അടുത്തായിട്ട് വന്നിരിക്കുന്നത് 3+5 8 ആണ് നമ്പർ. 8 എന്ന് പറയുമ്പോൾ നമുക്ക് അബണ്ടൻസിന്റെ നമ്പറാണ്. പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ആണ് വന്നിരിക്കുന്നത്. വ്യക്തിപരമായി നിങ്ങൾക്കൊരു നല്ല ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട്. മനസ്സിലായോ? അതാണ് ഭഗവാൻ ഇവിടെ പറയുന്ന മെസ്സേജ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പൈലുകൾ രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് പൈലിന്റെ റീഡിങ് കഴിഞ്ഞു. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തത് ക്ലേയുടെ ആമയാണ്. നോക്കാതെ കണ്ണ് താഴെ വീണിട്ടുണ്ട്.
ക്വീൻ ഓഫ് കപ്സിന്റെ എനർജി ഇവിടെ സൺ കാർഡാണ് വന്നിരിക്കുന്നത്. 1+9 10. 10ന്റെ എനർജി 1ലേക്ക് പോവുകയാണ്, തുടക്കത്തിലേക്ക് പോവുകയാണ്, ഹാപ്പിനെസ്സിന്റെ തുടക്കത്തിലേക്കാണ്. വളരെയധികം സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നതാണ്. ഹാപ്പിനെസ്, വിക്ടറി ആൻഡ് ഹാപ്പിനെസ് ആണ്. പല കാര്യങ്ങളിൽ വിജയം നേടാൻ സാധിക്കുന്നു, പല കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷിക്കാൻ സാധിക്കുന്നു. ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്നും വെളിച്ചം കണ്ട് മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ. ജോലി നോക്കിയിരിക്കുന്നവർക്ക് ജോലി ലഭിക്കുക. ഇനി അതുപോലെ തന്നെ വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത. വീടിന്റെ കാര്യത്തിൽ ഒരു സന്തോഷം വരുന്നുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ സന്തോഷമാണ്. മഞ്ഞ നിറം, പ്രോസ്പെറിറ്റി, ഐശ്വര്യം, സമൃദ്ധി ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അബണ്ടൻസ്, പ്രോസ്പെറിറ്റി ആൻഡ് അബണ്ടൻസ് ആണ്. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിറഞ്ഞ സന്തോഷത്തിൽ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും ഈ ഒരു മാസം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പല കാര്യങ്ങളിലും വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കാം, ഒരുപാട് പ്രപ്പോസലുകളൊക്കെ വരാം. കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതിലൊരു സന്തോഷം ഉണ്ടാകാൻ സാധിക്കുന്നു, സന്തോഷമുണ്ടാകും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കുട്ടികളുടെ പഠിത്ത കാര്യങ്ങൾ, പുതിയ പുതിയ കോഴ്സുകളിലേക്കുള്ള പഠിത്തം, എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു മാസം ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തവർക്ക് അല്ലെങ്കിൽ ഈ ഒരു പൈൽ സെലക്ട് ചെയ്തവർക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇവിടെ വന്നിരിക്കുന്ന കണ്ടില്ലേ, ക്വീൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഒരുപാട് പേർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് ഒരുപാട് പേരുടെ സ്നേഹത്തിന് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇവിടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നു, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി വന്നു ചേരാൻ ഉണ്ടായിരിക്കണം ജീവിതത്തിൽ. ആ വ്യക്തിയെ ഓർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും, നിങ്ങളുടെ എനർജിയാണിത്. ഇത് വരുന്നതെല്ലാം നിങ്ങളുടെ എനർജി തന്നെയാണ്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇവിടെ ഏതോ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ടാകും, ഏതെങ്കിലും ഒരു സാഹചര്യത്തെ ആവാം. മനസ്സിലായി? ചിലപ്പോൾ ജോലി കാര്യങ്ങളിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കാം. നല്ല ഇമോഷൻസ് ആണ്, അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് മാനസികമായിട്ട് വല്ലാതെ വിഷമിച്ചിട്ടുണ്ടാവാം. എന്താവും എൻ്റെ ലൈഫിൽ എന്നൊക്കെയുള്ള ഇങ്ങനെ ആലോചനകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലേക്ക് ഇരിക്കുന്ന എനർജിയാണ്. അതിനുവേണ്ടി ഇവിടെ പരിശ്രമിക്കുന്നുണ്ട്, നിരന്തരം അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റേഷനാണ് ഇവിടെ, നിരന്തരം അതിനായിട്ട് ശ്രമിക്കുന്നു ഇവിടെ. അതുപോലെ നല്ല ഒരു ഉയർന്ന എനർജിയിലേക്ക് വരാൻ സാധിക്കുന്ന ക്യൂനല്ലേ. നിങ്ങൾക്ക് സ്വയം ഉണ്ട്, ഒരു ഉയർന്ന എനർജി ഉണ്ട്, ക്യൂനിന്റെ എനർജി നിങ്ങൾക്കുണ്ട്. പിന്നെ എന്നാലും ഈ ഒരു സമയത്ത് അത് കൂടുതലായിട്ടും വർദ്ധിച്ചു കാണുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വർദ്ധിച്ചു വരുന്നുണ്ട്, ഡിവൈനുമായിട്ട് കണക്ട് ആവാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരണമെന്ന് വിചാരിച്ചിട്ട് അതിനായിട്ട് അതിയായി പ്രയത്നിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സെവൻ ഓഫ് വാൻസിന്റെ എനർജി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പോൾ ക്വീൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ, ക്വീൻ ഓഫ് പെന്റക്കിൾസ് നിങ്ങൾ എന്തോ ജോലി നോക്കിയിരിക്കുന്നവരാണ്. അപ്പോൾ ഇതുവരെ ജോലി നോക്കിയിരുന്ന് നിരാശയിലാണ്ടിരുന്നവർ വീണ്ടും വീണ്ടും അതിന് പരിശ്രമിക്കുന്നു. അത് ചിലപ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ജോലിക്ക് വേണ്ടി ആവാം. ജോലി ലഭിക്കാനുള്ള എനർജി ആവും ഇവിടെ നിങ്ങൾക്ക് സൺ കാർഡ് വന്നിരിക്കുന്നത്. കണ്ടില്ല? ഇവിടെ അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരു വർധന ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി അതിനെ ഒരു സമത്വത്തോടു കൂടി കൊണ്ടുപോകാൻ, ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഇവിടെ വല്ലാതെ ആഗ്രഹിക്കുന്നു. കാരണം എന്തിനായാലും ഇവിടെ സാമ്പത്തികം അത്യാവശ്യമാണ്, ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ മണി വേണം, ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. മണി എനർജി വേണം ഇവിടെ, സാമ്പത്തികം വേണം. അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങളൊരു നല്ല ഹീലറാണെന്നാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ നഴ്സ് ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഡോക്ടർ ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക്, അതുമല്ല എങ്കിൽ ചിലപ്പോൾ ടീച്ചർ ജോലിക്ക് നോക്കിയിരിക്കുന്നവരുണ്ടാവാം. ഇങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ ജോലികൾക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്ന ജോലി, സംസാരത്തിലായാലും പ്രവൃത്തിയിലായാലും ഹീലിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ജോലി ആയിരിക്കണം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന സാമ്പത്തികത്തിന് വേണ്ടി, സാമ്പത്തിക വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ ഇത് ജോലി ഉള്ളവരുടെ എനർജി ആവാം. ഇനി അതിലൊരു വർധനം വേണമെന്ന് വിചാരിച്ചിട്ട് നോക്കിയിരിക്കുന്നതും ആവാം. ഇവിടെ കണ്ടില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സെവൻ ഓഫ് വാൻസ്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇനിയൊന്നും ഇങ്ങോട്ട് വരല്ലേ. ചുറ്റിനും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇനിയൊന്നും എന്നിലേക്ക് വരല്ലേ, എനിക്ക് ഇനി അത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്രിയേറ്റീവ് എനർജി ഉണ്ട് ഇവിടെ.
ഇവിടെ മറ്റ് ഒരു കാര്യങ്ങൾക്കും ഇനി എനിക്ക് വയ്യ, ഞാൻ അനുഭവിക്കാവുന്നിടത്തോളം അനുഭവിച്ചു, ഒരുപാട് പേരുടെ വായിലിരിക്കുന്നതൊക്കെ കേട്ടു, മോശം സംസാരം കേട്ടു, ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചുറ്റിനും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാത്ത കാര്യത്തിന് മറ്റുള്ളവർ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒന്നും വേണ്ട, ഇനിയൊന്നും എന്നിലേക്ക് വരരുതെന്ന് കരുതിക്കൊണ്ട് നിശ്ചലാവസ്ഥയിലിരിക്കണം. നിശ്ചലമായിട്ട് നിശബ്ദമായിട്ട് എന്താണ് ഒരു ഡിവൈനുമായിട്ട് കണക്റ്റ് ആവുന്ന എനർജിയിലിരിക്കുന്നു, ഒരു പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ഇവിടെ കുറേ വിഷമം അനുഭവിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ഇവിടെ ഒരു ദൈവാനുഗ്രഹം വരുന്നുമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 9 ഓഫ് പെന്റക്കിൾസ്, സാമ്പത്തികപരമായ ഒരു വർധനവ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ അത് തന്നെ സാമ്പത്തിക വർധനവിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ 9 ഓഫ് പെന്റക്കിൾസ് ആണ്, സമ്പത്തിന്റെ സഫലതയാണ്. 9 എന്ന് പറയുന്നത് സഫലതയുടെ നമ്പറാണ് ഇല്ല. അപ്പോൾ ഇവിടെ ഒരു സഫലത വരാൻ പോകുന്നു. ഒരുപാട് നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബേഡ് കണ്ടില്ലേ, ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നതാണ് ഈ ഒരു ബേഡിനെ കാണിച്ചിരിക്കുന്നത്. ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാക്കാൻ ഇവിടെ ആരൊക്കെയോ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, എന്തൊക്കെയോ എനർജി ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വിദേശത്ത് പോയി ജോലി നേടാനോ, അതുമല്ല എങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഷോപ്പുകൾ തുടങ്ങാനാവാം, മറ്റെന്തെങ്കിലും ബിസിനസ്സുകൾ തുടങ്ങാനാവാം, ചിലപ്പോൾ ഇവിടെ വിവാഹം നടക്കാനാവാം, ചിലപ്പോൾ ഗോൾഡ് ഓർണമെന്റ്സ് വാങ്ങിക്കാനാവാം. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാമ്പത്തികം കൂടുതലായിട്ട് ലഭിക്കുകയും നിങ്ങൾക്ക് അതിലൊരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ മൊത്തം പച്ചപ്പാണ്, കണ്ടില്ലേ, പ്രതീക്ഷ സഫലമാകുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. 5 കാണിച്ചു കൊടുക്കാം. വട്ടം വന്നിരിക്കുന്നത് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരും. കിട്ടാനുള്ള സാമ്പത്തികം ചിലപ്പോൾ വരും. റിട്ടയർമെന്റിന്റെ സാമ്പത്തികമാകാം, ചിലപ്പോൾ ലോണൊക്കെ എടുക്കാൻ നോക്കിയിരിക്കുന്നവർക്ക്, അതുമല്ല എങ്കിൽ പൂർവിക സ്വത്ത് കിട്ടാനുള്ള എനർജി ഉണ്ട് ഇവിടെ. എന്തായാലും ഇവിടെ സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുവഴി നിങ്ങളിലേക്ക് മറ്റാരെങ്കിലുമൊക്കെ വന്നു ചേരാനുണ്ടോ അവർ നിങ്ങളിലേക്ക് അടുത്ത് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ഇനി സാമ്പത്തികം ലഭിക്കുമ്പോൾ ഒരുപാട് ബന്ധുക്കൾ അടുത്ത് വരും അല്ലേ. ശത്രുക്കളായിരുന്നവരൊക്കെ മിത്രങ്ങളായിട്ട് വരും. അങ്ങനെയാണ് കാണുന്നത്. നല്ലൊരു എനർജിയാണ് എന്തായാലും ശരി, സാമ്പത്തികത്തിൻ്റെതായ നല്ലൊരു എനർജിയാണ്, അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കിങ് അല്ലേ, കിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉയർന്ന പദവിയിലുള്ള ഒരു വ്യക്തിയാണ്, ഉയർന്ന ഹൈ എനർജിയാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ലവേഴ്സാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ വന്നിരിക്കുന്നത് ലവേഴ്സാണ്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാം, സോൾമേറ്റ് കണക്ഷൻ ആവാം, നിങ്ങളിലേക്ക് ആരോ വന്നു ചേരാൻ പോകുന്നു. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആരുടെയെങ്കിലും ഒക്കെ വിവാഹം നടക്കുന്ന എനർജി, നമുക്ക് ഫസ്റ്റ് തന്നെ സംഘാട് തന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വിവാഹം നടക്കുന്ന എനർജിയുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തി വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഈ ഇഷ്ടമുള്ള വ്യക്തി ചിലപ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ളതാവാം, മുൻപേ തന്നെ ചിലപ്പോൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവും, എനിക്ക് ഇതുപോലെ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതാവാം. വളരെയധികം സന്തോഷത്തിലേക്ക്, ഐശ്വര്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇവിടെ നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്പർ 6 ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ 9 ഓഫ് സോഡിന്റെ എനർജിയുണ്ട്. 9 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ കർമ്മ ഫേസ് ചെയ്യുകയാണ്. പലർക്കും ഇനി എന്തെല്ലാം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും, എല്ലാവരുടെ എനർജി ഒന്നല്ലല്ലോ. അപ്പോൾ പലർക്കും ഇവിടെ കർമ്മ ഫേസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്നും വേർപെട്ടിരിക്കാം, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരുപാട് വിഷമം തരുന്നതാണ്. ചിലപ്പോൾ രാത്രിയിൽ ഉറക്കമില്ലാതെ എഴുന്നേറ്റിരിക്കുന്ന എനർജിയാണ് ഇവിടെ. എഴുന്നേറ്റിരുന്ന് കരയുകയാണ് കണ്ണുമുഖം പൊത്തിക്കൊണ്ട്. അപ്പോൾ ഇതിവിടെ അനുഭവിക്കേണ്ടതാണ്, ഇതിനൊരു സമയമായിട്ടുണ്ട്, ഇതിവിടെ അനുഭവിക്കണമെന്ന് ഡിവൈൻ തീരുമാനിച്ചതാണ്, യൂണിവേഴ്സിന്റെ തീരുമാനമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത് അനുഭവിച്ചേ മതിയാകൂ. പക്ഷെ ഇത് അനുഭവിച്ച് തീരുമല്ലോ, എന്നും ഇത് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കത്തില്ല. നിങ്ങൾ വിചാരിക്കും ദുഃഖം വരുമ്പോൾ എന്നും ദുഃഖത്തിലിരിക്കുമെന്ന്, സന്തോഷം വരുമ്പോൾ എന്നും സന്തോഷത്തിലിരിക്കുമെന്നാണ് വിചാരം. അല്ല, മാറി മാറി വരും. സുഖവും ദുഃഖവും ഇടകലർന്നാണ് നമ്മുടെ ജീവിതം വരുന്നത്. എല്ലാവർക്കും അത് ഉണ്ടാകും, മനസ്സിലായി. അപ്പോൾ വിചാരിച്ചാൽ മതി, എനിക്കിതിപ്പോൾ എൻ്റെ ഇത് അനുഭവിക്കേണ്ട സമയമാണ്, അതുകൊണ്ട് ഞാൻ ഇതിനെ അങ്ങ് സ്വീകരിച്ചിരിക്കുന്നു, വന്നോട്ടെ, ഞാനിത് അനുഭവിക്കാം. ഇനി ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ കണ്ടെത്തുക, അങ്ങനെ ചെയ്യുക. അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കും.
മനസ്സിലായി? അല്ലാതെ ഇതിനെക്കുറിച്ച് ഓർത്ത് എപ്പോഴും എപ്പോഴും എനിക്ക് ഇത് തന്നെയാണ് എന്നൊക്കെ വിചാരിച്ച് മാനസികമായിട്ട് തളർന്നിരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. മനസ്സിലായി? ഉറക്കം വരുന്നില്ലെങ്കിൽ ഉറക്കം വരാനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക. അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുകയും വേണം. ലെറ്റ് ഗോ ചെയ്യൂ. മനസ്സിലായി? എനിക്കിനി ഈ എനർജി സഹിക്കാൻ വയ്യ, ഞാനിത് ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നു. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ഞാനിത് ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നു, എനിക്ക് വേണ്ട, എനിക്കിനി ആ വ്യക്തി എൻ്റെ ജീവിതത്തിൽ വേണ്ട. ഒരുപാട് ടോക്സിക് ആണെങ്കിൽ, മനസ്സിലായോ? നിങ്ങളിലേക്ക് വരാനുള്ളതാണെങ്കിൽ അവർ പതുക്കെ പിന്നെ എപ്പോഴെങ്കിലും വന്നുകൊള്ളൂ. നിങ്ങൾക്ക് വരാനുള്ള വ്യക്തിയാണോ അത്, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തിയാണോ അതെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി തിരികെ വരും, വരാതിരിക്കില്ല. അതുകൊണ്ട് അങ്ങനെയാണ് മനസ്സിൽ വിചാരിക്കേണ്ടത്. അല്ലാതെ എല്ലായ്പ്പോഴും കരഞ്ഞു കൂവിയിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഭക്ഷണം കഴിക്കാതെ ഉറക്കമില്ലാതെ ഇരുന്നിട്ട് എന്ത് പ്രയോജനം, എന്ത് നേടാൻ പറ്റും? അതുകൊണ്ട് നിങ്ങളുടെ എനർജി അത്രമാത്രം ഡൗൺ ആവും, നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ വേണ്ട. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് മനപ്രയാസം ഉണ്ടാകുമ്പോൾ ഞാനിത് ദൈവത്തിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു, എനിക്കിനി ഇത് സഹിക്കാൻ വയ്യ, പിൻവാങ്ങുക. മനസ്സിലായോ? അതാണ് പറഞ്ഞത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല സമാധാനം കിട്ടും. പിന്നെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. ഇവിടെ നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട്. കർമ്മ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ് വരും. കണ്ടില്ലേ? നിങ്ങൾക്ക് കർമ്മ ഫേസ് ചെയ്യുന്ന സമയമായിരുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തെ വിളിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ജഡ്ജ്മെന്റ് ലഭിക്കുന്നത്. നിങ്ങൾക്കൊരു പുതുരൂപം നിങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. ഈ പുതുരൂപത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായ എനർജി ലഭിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു, ആഗ്രഹങ്ങളെ സഫലമാക്കാൻ സാധിക്കുന്നു. ഇവിടെ എല്ലാ കാര്യങ്ങളിലും സക്സസ് വരുന്നുണ്ട്. 6 ഓഫ് വാൻസിന്റെ എനർജി വളരെയധികം കോൺഫിഡന്റ് ആവുന്ന എനർജിയാണ്. കാരണം ഇങ്ങനെ ഒരു രൂപം, ഇങ്ങനെ ഒരു പോസിറ്റീവായ ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോൺഫിഡൻസ് ലഭിക്കുന്നു. വളരെയധികം കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. എല്ലാ കാര്യങ്ങളും, മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ, മറ്റുള്ളവരുടെ പ്രശംസ, പുകഴ്ത്തലുകൾ, അതുപോലെ അവാർഡ്, റിവാർഡ് എല്ലാം ഏറ്റുവാങ്ങിക്കാൻ പറ്റിയ ഒരു എനർജിയാണിത്. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും സക്സസ്. നമ്മൾ ഡിവൈനുമായിട്ട് കണക്റ്റ് ആവാൻ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഡിവൈൻ നമ്മളിലേക്ക് കണക്റ്റ് ആവും. നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യണം, എന്നിട്ട് ദൈവികമായ എനർജിയിലിരിക്കണം. പക്ഷെ ഡിവൈൻ ഇങ്ങോട്ട് നമ്മളോട് കണക്റ്റ് ആവും. ഈ ഒരു സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അപ്പോഴപ്പോഴും നമുക്ക് തോന്നിക്കും. സാമ്പത്തികം നമുക്ക് വന്നു ചേരും, ഒരുപാട് കാര്യങ്ങളിൽ സക്സസ് ഉണ്ടാവും. മനസ്സിലായോ? അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ഇവിടെ സന്തോഷമായിട്ട് പോകാൻ സാധിക്കും. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരും. അതിനുവേണ്ടി പരിശ്രമിക്കുകയും കൂടെ വേണം. വെറുതെ ഇരുന്നാൽ പറ്റില്ല. മനസ്സിലായി? വെറുതെ ഇരുന്നുകൊണ്ട് എനിക്ക് ഇനി അത് നല്ല സമയമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാത്തിനും നമുക്ക് എന്താണ്, സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റിയാണ്. മനസ്സിലായോ? ദൈവത്തിലേക്കുള്ള എനർജി ഉണ്ട്, നമ്മുടെ പ്രയത്നത്തിലും എനർജി കളയണം. അതാണ് ഇത്. അതിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരിശ്രമിക്കണം, പ്രേ ചെയ്യണം. നിത്യവും എന്തെങ്കിലുമൊക്കെ എഴുതണം. എഴുതി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ എനർജി നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയണം. മന്ത്രങ്ങൾ, ഒരുപാട് മന്ത്രങ്ങൾ, ജപം, പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്താണ്, കോൺഫിഡൻസ് തരുന്നതാണ്. ഒത്തിരി പ്രാർത്ഥിച്ച് നമ്മൾ ദേവാലയങ്ങളിലൊക്കെ പോകും. എവിടെയായാലും, പള്ളിയിലായാലും അമ്പലങ്ങളിലായാലും മോസ്ക് ഒക്കെ എവിടെയായാലും ശരി, ഏത് ആരാധനാലയങ്ങളിലായാലും, ഒരിടത്തല്ലല്ലോ പോകുന്നത് നമ്മൾ, ഏത് ആരാധനാലയങ്ങളിലായാലും നമ്മൾ ഡിവൈൻ്റെ മക്കളാണ്. എല്ലാവരും നമ്മൾ യൂണിവേഴ്സിൻ്റെ സന്തതികൾ തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും പിന്നെ ഓരോരോ വിശ്വാസങ്ങളും രീതികളും എല്ലാം ഉണ്ട്. അതിനനുസരിച്ചുള്ള പ്രാർത്ഥനകൾ ചെയ്ത് മുന്നോട്ട് വരികയാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ലഭിക്കുന്നത്. എനിക്ക് ഒരു കാര്യം സാധിച്ചു, അപ്പോൾ ഞാൻ ഇത് ചെയ്തത് കൊണ്ടല്ലേ എനിക്ക് കുറച്ചെങ്കിലും മനസ്സമാധാനം കിട്ടും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആ ഒരു എനർജിയിലേക്ക് വരാൻ ശ്രമിക്കും. മനസ്സിലായോ? അങ്ങനെ വേണം മുന്നോട്ട് വരിക. ഇവിടെ എന്താണ്, ഇവിടെ 6 ഓഫ് പെന്റക്കിൾസ് ആണ്. സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും. പറഞ്ഞതല്ലേ ഉള്ളൂ, നമ്മളിവിടെ കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ സാധിക്കും. ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണം എന്ന് ഇതുവരെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് സാധിച്ചില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഇനി അതിനൊരു അഭിവൃദ്ധി വരുമ്പോഴെന്താണ്, ആരെങ്കിലും പാവങ്ങളെ സഹായിക്കാൻ പറ്റും. അവരിൽ നിന്ന് ഇങ്ങോട്ട് മേടിക്കാം, മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടേണ്ടവരിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടും. കൊടുക്കുകയും വാങ്ങിക്കുകയും ഒക്കെ ചെയ്ത് നമ്മളുടെ എനർജി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതായത് മണി എനർജി വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇവിടെയോ വേൾഡാണ് വന്നിരിക്കുന്നത്. ആഗ്രഹ സഫലീകരണമാണ്. നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. ബ്ലെസ്സിങ്സ്. ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു. വിദേശത്ത് പോകാൻ, ഇവിടെ പ്രധാനമായിട്ടും വേൾഡ് കാർഡ് വന്നു കഴിഞ്ഞാൽ വിദേശത്ത് പോകാനുള്ളവരുടെ ആഗ്രഹം സഫലമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സാധ്യമാകും.
അല്ലാതെ മറ്റൊരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സഫലത ലഭിക്കുന്നു. ആഗ്രഹ സഫലീകരണമാണ്. എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം സഫലമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും ആഗ്രഹം സഫലമാകും. എല്ലാവരും ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഹെയർ സെൽഫിന്റെ മെസ്സേജ് നോക്കാം. മൂന്ന് കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ പലർക്കും എന്താണ് ടെംപ്റ്റേഷനാണ് വന്നിരിക്കുന്ന ഒരു ഡബിൾ എനർജിയാണ്, നെഗറ്റീവ് എനർജി. അപ്പോൾ ചിലപ്പോഴൊക്കെ നിങ്ങൾ ഏതെങ്കിലും നല്ല കാര്യത്തിന് പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും ഒരു നല്ല ചിന്തകൾ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ പുറകോട്ട് പിടിച്ചു വലിക്കും ഏതോ ഒരു നെഗറ്റീവ് എനർജി. ചില തെറ്റുകൾ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. മനസ്സിലായി? ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. അത് വളരെയധികം സൂക്ഷിക്കണം. പിന്നെ ഇവിടെ 6 ആണ്, നമ്പർ 6 ആണ്. ഇവിടെ 6 ആണ് വന്നിരിക്കുന്നത്, ഇവിടെ നമ്പർ 6 ആണ്. മെമ്മറീസ് ഓഫ് ലവ്. ചിലർക്കൊക്കെ ആരെങ്കിലുമൊക്കെ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ വ്യക്തികളുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നിലനിർത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നുണ്ട്. എക്സലറേറ്റഡ് മോഷനാണ്. ഇവിടെ പ്രകാശം കാണാൻ തുടങ്ങിയിരിക്കുന്നു. നിരാശ പൂണ്ടിരിക്കുമ്പോൾ കണ്ടില്ലേ, നമ്പർ 8 ആണ് വന്നിരിക്കുന്നത്. അബണ്ടൻസിലേക്ക് പോകാൻ സാധിക്കുകയാണ്. ഒരുപാട് പരാജയങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു വിജയമുണ്ടാകുന്നു. പ്രകാശം കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സക്സസ്സിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ചില ജോലി കാര്യങ്ങളിലാവാം, എന്ത് കാര്യത്തിനാണോ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു, കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു പ്രകാശം ഇവിടെ പരക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. എനർജി ഒറക്കിൾസ് നോക്കാതെ. നമ്പർ 2 ഒരു സ്പിരിച്വൽ കണക്ഷനാണ്. കോംപ്രമൈസ് ചെയ്തു പോകാൻ ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് കോംപ്രമൈസ് ചെയ്തു പോകാൻ കഴിയും എന്നുള്ളതാണ്. ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളിലേക്ക്, അത് ഒരു ലവേഴ്സിൻ്റെ എനർജിയാണ്. അതായത് ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി, ഡിവൈൻ മാസ്കുലിൻ എനർജി. ഈ രണ്ട് എനർജി കൂടെ കൂടിച്ചേരുമ്പോഴാണ് നിങ്ങൾക്കൊരു സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാകുന്നത്. നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഒരു സ്പിരിച്വൽ യൂണിയൻ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇൻഡിസിഷനാണ് ഇവിടെ. പല കാര്യങ്ങളിൽ ഇപ്പോൾ 8 ആണ് നമ്പർ വന്നിരിക്കുന്നത്. പല കാര്യങ്ങളിൽ നിങ്ങളിവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ പറ്റില്ല, എനിക്കത് സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ. കൂടുതലായിട്ട് നിങ്ങൾ ദൈവികമായ എനർജിയിൽ ഇരിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഡോർ ടു വാല്യൂ വന്നിട്ടുണ്ട്. 3+1 4 ആണ് നമ്പർ. സ്ഥിരത വരുന്നുണ്ട്. എന്തിന്? സാമ്പത്തികത്തിൻ്റെ സ്ഥിരത. സമ്പത്തിൻ്റെതായ ഒരു സ്ഥിരത നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. സാമ്പത്തികം നിങ്ങളുടെ പടിവാദത്തിൽ എത്തിയിരിക്കുന്നു, നിങ്ങളിലേക്ക് വരാറായിട്ടുണ്ട്. ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ന്യൂമറോളജി എടുക്കാവേ. ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് എന്നാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് അതാണ്. ഇനി യു ആൻഡ് യുവർ ലവ്ഡ് വൺസ് ആർ സേഫ്. ന്യൂ മൂൺ ഇൻ ക്യാൻസർ ആണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ സേഫാണ്. പ്രശ്നങ്ങളൊന്നുമില്ല, സേഫായിട്ടിരിക്കുന്നു, സുരക്ഷിതമായിട്ടിരിക്കുന്നു. നിങ്ങളെ ഡിവൈൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒരു എനർജി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ്.
കോൺഫിഡൻസ് എല്ലായ്പ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് കോൺഫിഡൻസ്, അല്ലേ? നിങ്ങൾ എൻ്റെ വീഡിയോസിൽ നിന്ന് കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു വേർഡായിരിക്കണം കോൺഫിഡൻസ്. എപ്പോഴും ഞാൻ പറയുന്നത് പരാജയ ഭീതി പാടില്ല. നമ്മുടെ ഉള്ളിൽ ഒരു പേടി ഉണ്ടെങ്കിൽ അത് കളയണം. എനിക്ക് സാധിക്കും, എന്നെക്കൊണ്ട് ഇത് സാധിക്കും, എന്നെക്കൊണ്ട് ഇപ്പോൾ ഇത് സാധിക്കുമെങ്കിൽ നിങ്ങളെക്കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കും, അല്ലേ? നിങ്ങൾക്ക് അത് ചിന്തിച്ചുകൂടെ? പല കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് സാധിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ പരാജയങ്ങളിൽ നിന്ന് നിങ്ങൾ വിജയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും, അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇനിയുള്ളതും നിങ്ങൾക്ക് സാധിക്കും, നിങ്ങളെക്കൊണ്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുക, ഐ ആം കേപ്പബിൾ. മനസ്സിലായോ? അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, അങ്ങനെയാണ് കരുതേണ്ടത്. എപ്പോഴും കോൺഫിഡൻറ്റ് ആവണം. അതാണ് പറയുന്നത് കേട്ടോ. എല്ലാ കാര്യത്തിലും ഇതാണ് നിങ്ങളുടെ വിജയത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത്. എന്താണ്? കോൺഫിഡൻസ് ആണ്. ഇവിടെ പോയോ പേടിച്ച് ഇരിക്കുവല്ല വേണ്ടത്. ഇവിടെ പോയോ അത് എന്നെ കൊണ്ട് കഴിയും, ഇത് മനസ്സിലൊന്ന് ഊട്ടിയുറപ്പിക്കണം. അവിടെയാണ് നിങ്ങൾക്ക് വിജയം ഇരിക്കുന്നത് എന്നാണ് കാണുന്നത്. ലക്ക് ഈസ് ഓൺ യുവർ സൈഡ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഭാഗ്യം നിങ്ങളുടെ സൈഡിലാണ്. ലക്ക് ഈസ് ഓൺ യുവർ സൈഡ്. ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സൈഡിലാണ്. നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ ഏതൊരു കാര്യവും, നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ ഏതൊരു കാര്യത്തിലും, അവിടെയാണ് നിങ്ങളുടെ ഭാഗ്യം, നിങ്ങളുടെ സക്സസ് അവിടെയാണ്. സക്സസിന്റെ കീ അതാണ്. കോൺഫിഡൻസ് എന്ന് പറയുന്നതാണ് സക്സസിന്റെ കീ. അല്ലാതെ പേടിച്ച് വിറച്ച് ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് സംസാരിക്കാനായിട്ട് നിങ്ങളെ ഏതെങ്കിലും ഒരു സ്റ്റേജിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ഒരു പേടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റില്ല അത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കോൺഫിഡൻ്റ് ആവൂ, അല്ലെങ്കിൽ കോൺഫിഡൻസ് കൊണ്ടുവരൂ എന്നുള്ളതാണ് പറയുന്നത്. അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സക്സസ് എന്ന് ഇവിടെ പറയുന്നത്. അങ്ങനെ സോളാർ കാർഡ്സ് നോക്കാം. നിങ്ങളുടെ സോൾ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? നേച്ചർ ഇസ് കാളിങ് യു. നിങ്ങളെ നേച്ചർ വിളിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെല്ലാം പ്രൊട്ടക്ട് ദ ഹീലിംഗ് പവേഴ്സ്. അപ്പോൾ നിങ്ങളെ എന്താണ് ഇവിടെ നേച്ചർ നിങ്ങളെ വിളിക്കുന്നതെന്ന്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്കുള്ള ഹീലിംഗ് പവർ നിങ്ങൾക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നേച്ചറിൽ നിന്നാണ്. ഒരു ഹീലിംഗ് ഇഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നേച്ചറിൽ നിന്നാണ്. അതുകൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കൂ, മരങ്ങളെ സ്നേഹിക്കൂ. മരങ്ങളെ ഒന്നും വെട്ടി കളയാൻ പാടില്ല. മരങ്ങളെ സ്നേഹിക്കൂ, മരങ്ങൾ നല്ല മരങ്ങളെ വെച്ച് പിടിപ്പിക്കൂ. അതുപോലെ ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ചില മരങ്ങളുണ്ടല്ലോ, ആൽമരം പോലെയുള്ളവ, അതിനെയൊക്കെ വെച്ച് പിടിപ്പിക്കുക, സംരക്ഷിക്കുക. അവിടെ നിങ്ങൾക്കൊരു ഹീലിംഗ് എഫക്റ്റ് കിട്ടും. നിങ്ങൾക്ക് ഓക്സിജൻ, മനസ്സിലായോ? നല്ലതുപോലെ നിങ്ങൾക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ ലഭിക്കുന്ന അവിടെ നിന്നാണ്. അതിലൂടെ നിങ്ങൾക്കൊരു ഹീലിംഗ് ഇഫക്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെയും വന്നിട്ടുണ്ട് നമ്പർ 11. എന്താണെന്ന് വെച്ചാൽ ഇത് ടൈമസ് ആയിട്ട് നിങ്ങൾ നല്ല പാതയിലൂടെയാണ് പോകുന്നത്, റൈറ്റ് ആയിട്ടുള്ള പാതയിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ സമയം നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 11 ആണ് നമ്പർ വന്നിരിക്കുന്നത്. ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വേയിലൂടെ പോകുന്ന ഒരുപാട് പേർ, അല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കേ, ഒന്ന് കമന്റ് ഇടണേ. നിങ്ങളിപ്പോൾ സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരുന്ന ആൾക്കാരാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഇൻസൈറ്റ് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സമയം നല്ലതാണ്, റൈറ്റ് പാത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ പോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. 11 കാണുന്നവരുണ്ടാവാം. 11 അതുപോലെ 333 444 555 ഇങ്ങനെയൊക്കെയുള്ള സംഖ്യകൾ, അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ കാണുക. ചിത്രശലഭങ്ങളെ കാണുക, ഒത്തിരി ബട്ടർഫ്ലൈസ് ഒക്കെ ഇങ്ങനെ കൂട്ടം കൂടി പറക്കുക. അല്ലെ നിങ്ങൾ നടക്കുന്നിടത്തെല്ലാം നിങ്ങളെ ചുറ്റി ഏതെങ്കിലും ഒരു ബട്ടർഫ്ലൈ വന്നിരിക്കും. എവിടെയെങ്കിലും പൂക്കൾ ഇല്ലാത്തിടത്ത് ആയാൽ പോലും, നമ്മൾ വിചാരിക്കും പൂക്കൾ ഉള്ളിടത്താണ് ബട്ടർഫ്ലൈസ് വരുന്നത്, അല്ലാത്തിടത്തായാൽ പോലും നിങ്ങൾ നിൽക്കുന്നതിന് അടുത്ത് ഇങ്ങനെ പറക്കാൻ പറ്റും. ചിലപ്പോൾ തൂവലുകൾ വീഴാം, മനസ്സിലായി? അതല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ അത് കാണാം, മഴവില്ല് കാണാം. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഒരു സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെന്നുള്ളതിന് തെളിവാണ്. ഇവിടെ യു ആർ യൂണിക്, ബി ബ്രേവ്, എ ലിറ്റിൽ ക്രേസി ബട്ട് ബി യുവർ സെൽഫ്. നിങ്ങൾ യൂണിക്കാണ്. യൂണിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? നിങ്ങൾക്ക് നല്ല കഴിവുകളുള്ള വ്യക്തിയല്ലേ? ആണ്, നിങ്ങൾ നല്ല കഴിവുകളുള്ള വ്യക്തികളാണ്. നിങ്ങളത് പുറത്തെടുക്കുന്നില്ല. നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കുള്ള കഴിവ് മറ്റാർക്കുമില്ല. അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം.
എന്നിട്ട് നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണം. ഓരോ കാര്യത്തിനും ബ്രേവ് ആകണം. ഭീരുവാകരുതെന്ന് എപ്പോഴും പറയവല്ലോ. അതാണ് യുവർ കോട്ടപ്പിൻ ഡ്രാമ. നിങ്ങൾ എപ്പോഴും ഡ്രാമയിലിരിക്കുന്ന പോലെ ആവരുത്. ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നാടകത്തിൽ അഭിനയിക്കുന്നത് പോലെയാണ് ചിലരുടെ ജീവിതം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മ പലർക്കും ഉള്ളതാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ തോൽവി വരുന്നത്. നിങ്ങൾ എന്തായാലും ഒരു പ്രശ്നം നിങ്ങളിലേക്ക് വന്നു, ഒരു ചെറിയ പ്രശ്നമാണ്, പക്ഷേ ഈ പ്രശ്നത്തിൽ അങ്ങ് തളർന്ന് കുഴഞ്ഞ് 2-3 ദിവസമൊക്കെ കരഞ്ഞ് ഊവി ഉറക്കമില്ലാതെ ഭക്ഷണം കഴിക്കുക, അതൊക്കെ ഇരിക്കും ചിലര്. പക്ഷെ എന്തിനാണ്? അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വിചാരിക്കണം, ഈ പ്രശ്നം ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ വന്നത്, ഏത് വഴിയിലൂടെ ഇത് വന്നു, അതിൻ്റെതായ റിയാലിറ്റിയിലേക്ക് വരാൻ ശ്രമിക്കണം. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കതിന് സൊല്യൂഷൻ കണ്ടെത്താനും അവിടെ അതിനെ സോൾവ് ചെയ്ത് മുന്നോട്ട് വരാനും സാധിക്കും. എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ. അതുകൊണ്ട് ആ ഒരു എനർജിയിൽ ഇരിക്കാൻ പാടില്ല. മനസ്സിലായോ? ഡ്രാമയിൽ അഭിനയിക്കുന്നത് പോലെ എന്താണ്, ആരെങ്കിലും പറഞ്ഞു തരുന്ന ഡയലോഗുകൾ പറയുക, അതാണല്ലോ ഡ്രാമയിലെ അഭിനയം എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും പറഞ്ഞു തരുന്ന ഡയലോഗ് അനുസരിച്ച് ജീവിക്കാനുള്ളതാണോ നിങ്ങളുടെ, അല്ലെങ്കിൽ അഭിനയിക്കാനുള്ളതാണോ നിങ്ങളുടെ ജീവിതം? അല്ല. യാഥാർത്ഥ്യം കണ്ടെത്തി മുന്നോട്ട് വരിക, നല്ല വ്യക്തിയാവാനുള്ളതാണ്. മനസ്സിൽ നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബ്രൈറ്റ് ആവും. ബ്രൈറ്റ് ആക്കി എടുക്കേണ്ടത് നിങ്ങളാണ്. ഇങ്ങനെ ഇരുന്നാൽ പോരാ. അതാണ് ഇവിടെ നിങ്ങളുടെ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കൂ, അങ്ങനെ ചേഞ്ച് വരും നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓറാണ്, നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കും. ഇനി ഭഗവാന്റെ മെസ്സേജ് എന്താണ് നിങ്ങളോട് ഭഗവാൻ പറയുന്നത് നോക്കാം. ഓട്ടം വന്നിരിക്കുന്ന എംബ്രേസ് ആണ്. എംബ്രേസ് എന്ന് പറയുന്നത് നമ്പർ 11 ആണ്. കണ്ടില്ലേ? ബ്ലെസ്സിങ്സ് ആണ്. നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങളിലേക്ക് സ്വീകരിക്കാനുള്ള സമയം സ്വീകരിക്കുക. ആലിംഗനമാണ് ഇവിടെ എംബ്രേസ് എന്ന് പറയുന്നത്. ചേർത്ത് വയ്ക്കുക, അതാണ്. അപ്പോൾ ഈ ഒരു ചേർത്ത് പിടിക്കലുണ്ടല്ലോ നിങ്ങളോട്, എന്ത് കാര്യമോ എന്ത് സന്തോഷത്തെ നിങ്ങൾ ചേർത്ത് പിടിക്കൂ എന്നത് മനസ്സിലായി. ഒരുപാട് സന്തോഷത്തിലിരിക്കാനുള്ള ഒരു കഴിവാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് ആനന്ദം അനുഭവിക്കുക, ഒരുപാട് സന്തോഷത്തിലിരിക്കുക, അതിനെ സ്വീകരിക്കുക, വരുമ്പോൾ അതിനെ സ്വീകരിക്കുക. മനസ്സിലായോ? അതാണ്. എപ്പോഴും സന്തോഷത്തെ സ്വീകരിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവണം. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കണം. എപ്പോഴും നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി, ആരെ കണ്ടാലും ഒരു പുഞ്ചിരി ഉണ്ടാവണം. മനസ്സിലായി? അത് കാണുന്നവർക്കൂടെ ആ എനർജി ഉണ്ടാവും. മനസ്സിലായി? അത് ആ ഒരു പോസിറ്റിവിറ്റി നിലനിർത്താൻ ശ്രമിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇൻസൈറ്റ് വർദ്ധിച്ചു വരുന്നുണ്ട്. 2 + 6 8 ആണ് നമ്പർ. ഇൻസൈറ്റ് കണ്ടില്ലേ? ഇൻസൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? തേടൈ ചക്രയുടെ ആക്ടിവേഷൻ ആണ്. ഇരുപുരികങ്ങളുടെയും മധ്യത്തിലുള്ള ചക്ര, ആജ്ഞാചക്ര എന്ന് പറയുന്നത്. ആജ്ഞാചക്ര ഇവിടെ, അല്ലെങ്കിൽ തേടൈ ചക്ര ഇവിടെ ആക്റ്റീവ് ആകുന്നു പലർക്കും, അല്ലെങ്കിൽ അതിനെ ആക്റ്റീവ് ആക്കി എടുക്കണം. ഇങ്ങനെയാണ് തേടൈ ചക്ര ആക്റ്റീവ് ആകുന്ന മെഡിറ്റേഷനിലൂടെയാണ്. മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തേടൈ ചക്ര ആക്റ്റീവ് ആകും. മനസ്സിലായോ? അപ്പോഴാണ് നിങ്ങൾക്ക് ഇൻസൈറ്റ് കിട്ടുന്നത്, ഉൾക്കാഴ്ച ലഭിക്കും, ഉൾവിളികൾ ഉണ്ടാവും, പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ മറുപടി ലഭിക്കും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആ പ്രശ്നത്തിൽ ഇനി എന്താണ് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്, ഒന്ന് കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. ചിലപ്പോൾ നമുക്ക് രാവിലെയൊക്കെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകും. എനിക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ ദിവസത്തെ ഒരു കണ്ടന്റ് തന്നെ, അതിൻ്റെ ടോപ്പിക്ക് തന്നെ എനിക്ക് കിട്ടിയത് അങ്ങനെയാണ്, ഇൻറ്റ്യൂട്ടീവ്ലി കിട്ടിയതാണത്. മനസ്സിലായി? അത് ഒരുപാട് പേർ കാണുകയും ചെയ്തു. അങ്ങനെയാണ് ചില സമയത്ത് നമുക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ചില കാര്യങ്ങളൊക്കെ, ചില ടോപ്പിക്കുകളൊക്കെ കിട്ടും.
ചിലപ്പോഴൊക്കെ മിക്കവാറും ടോപ്പിക്കുകളൊക്കെ എനിക്ക് അങ്ങനെ കിട്ടുന്നതാണ്. നമ്മളെല്ലായ്പ്പോഴും ഇങ്ങനെ ധ്യാനത്തിലിരിക്കുമല്ല, ധ്യാനത്തിൽ എല്ലായ്പ്പോഴും അങ്ങനെ ഇരിക്കുന്നില്ല. ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ചിന്തകളൊന്നും മാറും. എല്ലായ്പ്പോഴും നമ്മളിങ്ങനെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാൻ പറ്റിയെന്ന് വരില്ല. പലപ്പോഴും എപ്പോഴും അങ്ങനെ പറ്റത്തില്ല. മറ്റു ചില പല ചിന്തകളിലേക്കും പോകും അല്ലേ? അങ്ങനെ ചിന്തകളിലേക്ക് പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരും ചിലർ. എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാവും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾക്കൊക്കെ മറുപടി ലഭിക്കും. നാളെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് മറുപടി നിങ്ങൾക്ക് ലഭിക്കും. ആരോ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ നിർദ്ദേശിച്ച് തരുന്നത് പോലെ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു തരുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. എപ്പോഴാണ് ഡിവൈനുമായിട്ട് കണക്റ്റ് ആവണം, എന്നാൽ മാത്രമേ കിട്ടൂ കേട്ടോ. ഞങ്ങൾക്ക് ചിലപ്പോൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചാലും ചിലപ്പോഴൊക്കെ ഉൾവിളികൾ ഉണ്ടാവും, അതിനടുത്ത് പോകണം എന്ന്. അത് നമുക്ക് അങ്ങനെ തോന്നിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ വരുന്നത് ഡിവൈൻ നമ്മളോട് കണക്റ്റ് ആവുന്നത് കൊണ്ടാണ്. മനസ്സിലാവും. അപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഇവിടെ അങ്ങനെയാണ് ഇൻസൈറ്റ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്തവർക്ക് കൂടുതലായിട്ടും ഇൻസൈറ്റ് ലഭിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം, നിങ്ങൾക്കത് ലഭിക്കും കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് വന്നിരിക്കുന്ന പ്രിയോറിറ്റീസ് ആണ്. നിങ്ങൾക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു നമ്പർ 3 ആണ്, ബ്ലെസ്സിങ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിയോറിറ്റി ലഭിക്കും, നിങ്ങൾക്കൊരു മുൻഗണന ലഭിക്കും, നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. പലപ്പോഴും നമ്മൾ എത്ര പേരുടെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കും അല്ലേ? ആരും ശ്രദ്ധിക്കാതിരിക്കത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ആ പോസിറ്റിവിറ്റി നിലനിർത്തുന്നത് കൊണ്ടാണ് നമുക്കവിടെ ഒരു മുൻഗണന ലഭിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ലോട്ടസ് ഫ്ലവർ ആണ് കയ്യിലിരിക്കുന്നത്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ്. ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നു. ദൈവാനുഗ്രഹം ഉള്ളപ്പോഴല്ലേ നമുക്ക് ഒരു എവിടെയെങ്കിലും ചെല്ലുമ്പോഴൊക്കെ ഒരു മുൻഗണന ലഭിക്കുന്നത് അല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു സീറ്റൊക്കെ നിങ്ങൾക്ക് ഇരിക്കുക എന്നൊക്കെ ആരെങ്കിലും പറയണമെങ്കിൽ തന്നെ എന്താണ് അത് ഒരു ദൈവാനുഗ്രഹത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇവിടെ ബിഗിനിങ്സ് കണ്ടില്ലേ, ആർക്കെങ്കിലുമൊക്കെ പുതിയ തുടക്കം ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു മാസം എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ പുതിയ ജോലിയാവാം, പുതിയ ജോലിയിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന്റെ പുതിയ തുടക്കമാകാം. ചിലപ്പോൾ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പുതിയ ലൈഫിലേക്ക് പോകുന്നതാവാം. അല്ല എങ്കിൽ ഒരു ജോലി ലഭിച്ചിട്ട് പുതിയ തുടക്കം, ചില വീടുകളിലേക്ക് കയറി താമസമാകാം, ഏതെങ്കിലും ഒരു കോഴ്സിനുള്ള പുതിയ തുടക്കമാകാം. എന്ത് വാങ്ങിച്ചാലും ഒരു പുതിയ തുടക്കമാണല്ലോ. നമ്മളിപ്പോൾ ഒരു വാഹനം വാങ്ങിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തന്നെയാണ്. വിവാഹം കഴിഞ്ഞാൽ ഒരു പുതിയ തുടക്കമാണ്. ഒരു പുതിയ വീട്ടിലേക്ക് പോകാൻ പുതിയ തുടക്കമാണ് അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ നല്ല എനർജിയാണ് അല്ലേ? ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഹൈപ്പ് ചെയ്യണേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.